പദ്ധതി വിഹിതവും വിനിയോഗവും പോലും മര്യാദക്ക് നടക്കാത്ത, ജനങ്ങളുടെ മുതുകിൽ എല്ലാ നികുതിയും സെസ്സും അടിച്ചേൽപ്പിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മറ്റേ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിദരിദ്രരെ വീണ്ടും നെല്ലിപ്പലകയിലേക്കുമാണ് ഈ സംസ്ഥാനത്ത് കൂപ്പുകുത്തുന്നത്. മാധു, ഇവിടെ ഞാൻ വളരെ പ്രകടമായിട്ട് ഒരു 2 പൊരുത്തക്കേടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഇവിടെ വർഷം തോറും 1 ലക്ഷം വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് 2016 അധികാരത്തിലേറിയ ഇടത് സർക്കാർ 9.25 കൊല്ലം കൊണ്ട് 4,61,000 വീട് പണിതു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവര് ഈ വീടിന് അർഹരായ ഗുണഭോക്തൃ പട്ടികയിൽ 5,91,000 പേരെ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും 1,30,000 പേര് ഇവിടെ ഭവനരഹിതരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ തന്നെ പ്രസിദ്ധീകരിച്ച ഈ 2 കണക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ പാർപ്പിടം, മരുന്ന്, ആരോഗ്യം, അതുപോലെ തന്നെ ഭക്ഷണം, വരുമാനം, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അതിദരിദ്ര പട്ടിക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പാർപ്പിടം ഇതുവരെ ലഭിക്കാത്തവരായി ഭവനരഹിതരായിട്ട് 1,30,000 പേര് സർക്കാർ കണക്കുകൾ പ്രകാരം ഒന്ന് അവശേഷിക്കുന്നു. 2, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5,91,000-ലധികം അന്ത്യോദയ അന്നയോജന കാർഡുകാർ അതിദരിദ്രരായിട്ട് ഇന്നും കേരളത്തിൽ റേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 2025 സെപ്റ്റംബറിൽ അനിൽ നിയമസഭയിൽ നടത്തിയ മറുപടിയിലും ഇത് വളരെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ 2 പ്രകടമായ പൊരുത്തക്കേടുകൾക്ക് ഇവിടെ ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാധു, ഇവിടെ അതിദരിദ്രരുടെ എണ്ണം കേരളത്തിൽ ഇരട്ടിയോ അല്ലെങ്കിൽ അതിലേറെയാവുകയോ ചെയ്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചർ 25% പോലും ആയിട്ടില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചർ ഈ വർഷം കഴിയാൻ 3 മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇപ്പോഴും 18%-ലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങൾ വ്യത്യസ്തങ്ങളായ വകുപ്പുകൾ, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സഹകരണം, പിന്നെ വനം, ഇതൊക്കെ കണക്ക് കൂട്ടിയാൽ മൊത്തത്തിൽ 20-25% കേരളത്തിൻ്റെ ശരാശരി വിഹിതം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നാളിതുവരെ ആയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മാധു, ഇവിടെ നമുക്ക് 10 ലക്ഷത്തിന് മുകളിലുള്ള ചെക്ക് പാസ്സാവണമെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വേണം. 2,500 കോടി സപ്ലൈകോക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇവിടെ സിവിൽ സപ്ലൈസിലൊരു സാധനമില്ല. 1,500 കോടി ഇവിടുത്തെ കാരുണ്യ പദ്ധതിക്ക് ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട്. 100-ലധികം കോടി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തവർക്ക് കൊടുക്കാനില്ല. എന്നിട്ട് അവർ ഇറക്കി വെച്ച വസ്തുവകകൾ തിരിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. 2,000 കോടിയിലധികം രൂപ ക്ഷേമനിധിക്കാർക്ക് കൊടുക്കാനുണ്ട്. 16 മാസമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. 10,000 കോടി രൂപ ഇവർ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. 1 ലക്ഷം കോടി രൂപ പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും കൊടുക്കാനുണ്ട്. ഇത്തരത്തിൽ 450 കോടി ഇവിടുത്തെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളതുകൊണ്ട് എവിടെയും മരുന്നില്ല. ഇത്തരത്തിൽ സമ്പൂർണ്ണമായിട്ട് പാപ്പർ സ്യൂട്ടാണ് തങ്ങളെന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ അഫിഡവിറ്റ് കൊടുത്ത് നടക്കുന്ന ഈ ദരിദ്ര സർക്കാർ ആളുകളെ അതിദരിദ്രരിൽ നിന്ന് മാറ്റുകയല്ല ചെയ്തത്, അതിലേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സമ്പൂർണ്ണമായിട്ട് ഇവിടെ ഞാനൊരു കാര്യം പറയുന്നു, കഴിഞ്ഞ ബജറ്റിലാണ് ഇവിടെ SCP പദ്ധതി 500 കോടിയും ST പദ്ധതി 112 കോടിയും വെട്ടിക്കുറച്ചത്. അത് തിരിച്ചു നൽകാൻ ഈ സർക്കാരിന് യാതൊരു പദ്ധതിയും അങ്ങനെയല്ല. നമ്മൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ആധികാരികമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ന് ശ്രീ സുരേഷ് കുമാറിനോട് പറഞ്ഞ അതേ കാര്യം അങ്ങേക്കും ബാധകമായ കാര്യമാണ്. കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അവകാശപ്പെടണമെങ്കിൽ അതിന് ആധികാരികമായ രേഖ മുന്നോട്ട് വെക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. അനുമാനിക്കാൻ കഴിയില്ല, അനുമാനം നടക്കില്ല. ആധികാരികമായ രേഖയുണ്ടെങ്കിൽ പറയാം. അല്ല, മതിയോ? ഞാൻ പറയട്ടെ മാധു, ഞാൻ ഈ പറഞ്ഞതൊക്കെ ആധികാരികമായ കണക്കുകളാണ്. കേരളത്തിന്റെ ഇതുവരെയുള്ള പദ്ധതി വിഹിത വിനിയോഗം അത് 25% താഴെയാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ദരിദ്രരെ, അതിദരിദ്രരെ, സാധാരണക്കാരെ, അതുപോലെ തന്നെ SC ST പദ്ധതികൾ 500-120 കോടിയും വർഷം തോറും വെട്ടിക്കുറക്കുന്ന ഒരു സർക്കാരിൻ്റെ നയങ്ങൾ ആ വിഭാഗത്തിലെ ദുർബലരായ ആളുകളെയും കുടുംബങ്ങളെയൊക്കെയാണ് ബാധിക്കുക. ഇത്തരത്തിൽ പദ്ധതി വിഹിതവും വിനിയോഗവും പോലും മര്യാദക്ക് നടക്കാത്ത, ജനങ്ങളുടെ മുതുകിൽ എല്ലാ നികുതിയും സെസ്സും അടിച്ചേൽപ്പിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മറ്റേ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിദരിദ്രരെ വീണ്ടും നെല്ലിപ്പലകയിലേക്കുമാണ് ഈ സംസ്ഥാനത്ത് കൂപ്പുകുത്തുന്നത് എന്ന് ഈ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാം. പക്ഷേ പ്ലാൻ ഫണ്ട് ഉപയോഗവുമായി അതാവുമ്പോ എങ്ങനെയാ, ഏത് ദരിദ്രരാണ് ഇവിടെ മോചിതരാവുക?
ഏത് ദരിദ്രർക്കാണ് മോചനം കിട്ടുക? പ്ലാൻ ഫണ്ടിന്റെ പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗം പോലും ഈ സാമ്പത്തിക വർഷം തീരാൻ 3.5 മാസം അവശേഷിക്കുമ്പോൾ 20-25% എത്തി നിൽക്കുന്ന, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. അതോടുകൂടി സമ്പൂർണ്ണമായിട്ട് ഈ സാമ്പത്തിക വർഷം ഈ സംസ്ഥാനം തമോഗർത്തത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ അതിദരിദ്രരുടെ എണ്ണം ശതഗുണീഭവിക്കുകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ വിരലുകൾ പോലും കെട്ടിയിട്ടിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ധനമന്ത്രി തന്നെയാണ്. പ്ലാൻ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം പ്രതിപക്ഷം നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായും ഉന്നയിക്കുക പ്രതിപക്ഷത്തിന്റെ ദൗത്യവുമാണ്, ധർമ്മവുമാണ്. പക്ഷേ ഇവിടെ അതിദരിദ്രരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ 64,006 പേരല്ല പരിഗണിക്കപ്പെടേണ്ടത് എന്ന വിമർശനം സ്വാഭാവികമായും ഉന്നയിക്കാം. അതിന് ആധികാരികമായ രേഖയായി AY പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റും മറ്റ് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ പ്രകടന പത്രികയിൽ അവർ തന്നെ അവകാശവാദം ഉന്നയിച്ച സംഖ്യയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിദരിദ്രരുടെ എണ്ണം ഇരട്ടിയായി എന്ന് പറയണമെങ്കിൽ അതിന് ആധികാരികമായ രേഖ മുന്നോട്ട് വെക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പാഴൂർ പടിപ്പര വരെ പോയി അനുമാനിക്കേണ്ട കാര്യമുണ്ടോ എന്ന് രാഷ്ട്രീയമായി ചോദിക്കാം, കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ കഴിയില്ല.